ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് പരീക്ഷയുടെ മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. ഈ പാറ്റേണിലായിരിക്കും നാളത്തെ പരീക്ഷ ഉണ്ടാവുക. അതുകൊണ്ട് കൂട്ടുകാർ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ. ആക്ടിവിറ്റി 1, പാറ്റേൺ. കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ. എന്താണ് കൂട്ടുകാരെ? താഴെ തന്നിരിക്കുന്ന പാറ്റേൺ പൂർത്തിയാക്കുക. എ. കൂട്ടുകാർ ആദ്യത്തെ പാറ്റേണിലേക്ക് നോക്കിക്കേ. ഒരു സർക്കിൾ, രണ്ടാമത്തെ വഴി 2 സർക്കിൾ. അടുത്ത പാറ്റേൺ നോക്കിക്കേ. ഒരു സർക്കിൾ, രണ്ടാമത്തിൽ 2 സർക്കിൾ, മൂന്നാമത്തിൽ 3 സർക്കിൾ. അടുത്ത പാറ്റേണിൽ മുകളിൽ 1 സർക്കിൾ, രണ്ടാമത്തിൽ 2 സർക്കിൾ, മൂന്നാമത്തിൽ 3 സർക്കിൾ, നാലാമത്തിൽ 4 സർക്കിൾ. അടുത്തതായി എങ്ങനെ വരും കൂട്ടുകാരെ? മുകളിൽ ഒന്നാമത്തെ സർക്കിൾ, രണ്ടാമത്തെ 2 സർക്കിൾ, മൂന്നാമത്തതിൽ 3 സർക്കിൾ, നാലാമത്തിൽ 4 സർക്കിൾ, അഞ്ചാമത്തിൽ 5 സർക്കിൾ വരയ്ക്കണം. അടുത്തത് ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഒരു സ്ക്വയർ ചിത്രമാണ് തന്നിരിക്കുന്നത്. ആ സ്ക്വയറിനെ 4ആയി ഭാഗിച്ചിട്ടുണ്ട്. അതിന് ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കണ്ടോ കൂട്ടുകാരെ? ഒരു സർക്കിളും അതിനകത്ത് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ പാറ്റേൺസും നോക്കിക്കേ കൂട്ടുകാരെ. അങ്ങനെയാണെങ്കിൽ അടുത്ത പാറ്റേൺ എങ്ങനെ വരും? ഒരു സ്ക്വയർ വരയ്ക്കുക, അത് 4ആയി ഡിവൈഡ് ചെയ്യുക, മുകളിൽ ഇടതുവശത്തായി ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുക, താഴെ വലതുവശത്തായി സർക്കിൾ വരയ്ക്കുക. നമുക്ക് വരച്ച് നോക്കാം. ക്വസ്റ്റ്യൻ സി. 155, 256, 357. അടുത്ത പാറ്റേൺ എങ്ങനെ എഴുതും? രണ്ടാമത്തെ നമ്പറിൽ നിന്നും ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യണം. 256 മൈനസ് 155. അപ്പോൾ എത്ര കിട്ടി? 101. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 101 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ 101 ആഡ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെയും 101 ആഡ് ചെയ്യണം. മൂന്നാമത്തെ നമ്പറായ 357 അതിൻ്റെ കൂടെ 101 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് നമുക്ക് കിട്ടിയത്? 458. അടുത്ത ക്വസ്റ്റ്യൻ ഡി. ഡിയിൽ തന്നിരിക്കുന്ന പാറ്റേൺ കണ്ടോ കൂട്ടുകാരെ? ചൂസ് ദി കറക്റ്റ് പിക്ചർ ടു കംപ്ലീറ്റ് ദി പാറ്റേൺ. ഡിയിൽ 3 പാറ്റേൺസ് തന്നിട്ടുണ്ടല്ലോ കൂട്ടുകാരെ. ആദ്യത്തതിൽ ആരോ റൈറ്റ് സൈഡിലേക്കും, രണ്ടാമത്തതിൽ ആരോ ഡൗണിലേക്കും, മൂന്നാമത്തതിൽ ആരോ ലെഫ്റ്റ് സൈഡിലോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന പാറ്റേൺസ് കണ്ടോ കൂട്ടുകാരെ? അതിൽ നിന്നും നമ്മൾ ഏത് സെലക്ട് ചെയ്ത് എഴുതും? താഴെ തന്നിരിക്കുന്നതിൽ നിന്നും മൂന്നാമത്തെ പാറ്റേൺ ആയ ആരോ മുകളിലോട്ടുള്ളത് നമുക്കവിടെ വരച്ചു കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇ. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 അക്ക സംഖ്യ വരുന്ന പാറ്റേൺസ് എഴുതുക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് എഴുതിക്കോളൂ കേട്ടോ. നമുക്കിവിടെ 100, 200, 300, 400 എന്നെഴുതി കൊടുക്കാം. ആക്ടിവിറ്റി 2, സേ ദ നമ്പർ. എണ്ണാം, പറയാം. എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 people ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 people. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ബസ്സിൽ 3 പേർക്ക് ഇരിക്കാവുന്ന 11 സീറ്റും 2 പേർക്ക് ഇരിക്കാവുന്ന 9 സീറ്റും ഉണ്ട്. താഴെ ഒരു ബസ്സിനകത്തുള്ള ചിത്രം കണ്ടോ കൂട്ടുകാരെ? അതിൻ്റെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഒരു സൈഡിൽ 3 സീറ്റ്സും ഒരു സൈഡിൽ 2 സീറ്റുകൾ വീതവുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർ ബസ്സിനകത്ത് കയറുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എ. ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദി ബസ്? ബസ്സിലാകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? ഇത് നമ്മൾ എങ്ങനെയാണ് കൂട്ടുകാരെ ചെയ്യേണ്ടത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 11. 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 11 into 3. ആൻസർ എത്ര? 33. 9 into 2. ആൻസർ 18. ഇനി നമുക്ക് ഇപ്പോൾ കിട്ടിയ 2 നമ്പറും കൂടെ ആഡ് ചെയ്യാം. 33 plus 18 എത്ര കിട്ടി? 51. കൂട്ടുകാർ ചെയ്തു നോക്കിയോ? ബി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വെൻ ദ ജേർണി സ്റ്റാർട്ടഡ് 2 seats of 3 people and 4 seats of 2 people were empty.
ഹൗ മെനി മോർ പീപ്പിൾ ക്യാൻ സിറ്റ് ആൻഡ് ട്രാവൽ ഇൻ ദി ബസ്? യാത്ര പുറപ്പെട്ടപ്പോൾ 3 പേർ വീതം ഇരിക്കാവുന്ന 2 സീറ്റും 2 പേർ വീതം ഇരിക്കാവുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എങ്കിൽ ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം കൂട്ടുകാരെ? 3 × 2 എത്രയാണ് ആൻസർ? 6. അടുത്തത് 2 × 4 8. ഇനി നമുക്ക് ആ 2 നമ്പറും കൂടെ ആഡ് ചെയ്യാം. 6 + 8 എത്ര കിട്ടി? 14. ആക്ടിവിറ്റി 2-ൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കുണ്ട്. സി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3 + 3 + 3 + 3? ടിക്ക് ദി കറക്റ്റ് വൺ. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പ്രകാരം ഏതാണ് ആ കൂട്ടുകാരെ ഇതിൻ്റെ ആൻസറായി വരുന്നത്? 3 എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? 6. അതിനെ നമുക്ക് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴല്ലേ ആൻസർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി, 6 × 3. അവിടെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ആക്ടിവിറ്റി 3, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ. ഷൂട്ടിംഗ് മത്സരം. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 റൗണ്ട്സ്. On each shoot, wherever the bullet hits, the person gets that score. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏതു സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ ലഭിക്കും. ദി സ്കോർ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദി ടേബിൾ. ഷൂട്ടിംഗ് മത്സരത്തിന്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള സ്കോർ ടേബിളിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? Complete the table by finding the number of shots on 100, 10 and 1. ഓരോരുത്തരും 100, 10, 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്ത് കൊള്ളിച്ച എണ്ണം കണ്ടെത്തി ടേബിൾ പൂർത്തിയാക്കുക. താഴെ തന്നിരിക്കുന്ന ടേബിൾ നോക്കിക്കേ. 3 പേർക്കും ആദ്യത്തെ 5 റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള ഷൂട്ടിങ്ങിൽ കിട്ടിയ സ്കോറാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 5 റൗണ്ടിൽ അരുണിനെ 100ന്റെ 3 ടൈംസും 10ൻ്റെത് ഒന്നും കിട്ടിയിട്ടില്ല. 1ൻ്റെത് 2 ടൈംസും കിട്ടി. അപ്പോൾ ടോട്ടൽ സ്കോർ 302. അടുത്തത് വിജയ്ക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? 311. അപ്പോൾ എത്ര വീതം കിട്ടി നമുക്ക് നോക്കിയാലോ? 3 × 100, 1 × 10, 1 × 1. ടോട്ടൽ സ്കോർ 311. അടുത്ത സബീനയ്ക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ എത്രയാണ് കൂട്ടുകാരെ? 320. അപ്പോൾ ഓരോന്നും എത്ര വീതം കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 3 × 100, 2 × 10, 1 nil. ടോട്ടൽ സ്കോർ 320. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഹൂ ഗോട്ട് ദി ലീസ്റ്റ് സ്കോർ? ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് ആരാണ്? അരുൺ. അടുത്തത് സി ക്വസ്റ്റ്യൻ നോക്കിയാലോ? വെൻ 10 റൗണ്ട്സ് വെയർ ഫിനിഷ്ഡ്, one got 820 points and won. Who won the competition? 10 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ 820 പോയിന്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? ആൻസർ സബീന. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ സബീനയായത്? സബീനയ്ക്ക് 5 റൗണ്ടിലും കിട്ടിയത് 320 സ്കോറാണ്. അപ്പോൾ 820 ആവണമെങ്കിൽ സബീനയ്ക്ക് അടുത്ത 5 ഷൂട്ടിലും 100 വീതം ലഭിക്കണം. അങ്ങനെ 500 ആവും. 500 + 320 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 820 കിട്ടും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്കോർ വുഡ് ബി ദി മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദി 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്? ടിക്ക് ദി റൈറ്റ് വൺ. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ട് ഷൂട്ടിംഗ് മത്സരത്തിലെ സ്കോർ ആകാൻ സാധ്യതയുള്ളതിന് നേരെ ടിക്ക് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 3, 613 ആണ് ടിക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. വിജയ്ക്ക് ആദ്യത്തെ 5 റൗണ്ടിൽ കിട്ടിയ സ്കോർ 311. അടുത്ത 5 റൗണ്ടിൽ 3 ഷോട്ടിൽ കിട്ടിയ സ്കോർ 300. 100 × 3 അങ്ങനെയാണ് 300 കിട്ടിയത്. ബാലൻസ് 2 ഷൂട്ടിൽ കിട്ടിയ സ്കോർ 1 + 1 2. ടോട്ടൽ 300 + 2 302. ആകെ 10 ഷൂട്ടിലും കൂടെ കിട്ടിയ സ്കോർ 311 + 302. ടോട്ടൽ 613. കൂട്ടുകാർ ഇതൊന്ന് ചെയ്തു നോക്കണേ. ആക്ടിവിറ്റി 4, കാർ ജേർണി. കാർ യാത്ര. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. തിരുവനന്തപുരത്ത് നിന്നും
വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. തിരുവനന്തപുരം ടു കൊല്ലം 65 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരം ടു ആലപ്പുഴ 150 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരം ടു കൊച്ചി 205 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരം ടു തൃശൂർ 304 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരം ടു കോഴിക്കോട് 397 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരം ടു കണ്ണൂർ 471 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരം ടു കാസർഗോഡ് 585 കിലോമീറ്റേഴ്സ്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയാലോ. എ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്ത് നിന്നും കാസർഗോഡേക്കുള്ള ദൂരം എത്ര? തിരുവനന്തപുരത്തിൽ നിന്നും കാസർഗോഡേക്കുള്ള ദൂരം മൈനസ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്കുള്ള ദൂരം എത്രയാണ് കൂട്ടുകാരെ? 585 മൈനസ് 65 എത്ര കിട്ടി? 520. അവിടെ നമുക്ക് 520 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വരെയുള്ള ദൂരം മൈനസ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെയുള്ള ദൂരം 471 മൈനസ് 397 എത്ര കിട്ടി കൂട്ടുകാരെ? അവിടെ നമുക്ക് 74 എന്ന് എഴുതി കൊടുക്കാം. ആക്ടിവിറ്റി സി ചെയ്താലോ. ഇൻ എ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്, രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശൂർ ആൻഡ് ദെൻ രാധിക ഡ്രൈവ്സ് ദി കാർ ഫ്രം തൃശൂർ ടു കാസർഗോഡ്. ഹൂ ഡ്രൈവ്സ് മോർ? ഹൗ മച്ച് മോർ? തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള കാർ യാത്രയിൽ തൃശൂർ വരെ രാകേഷും അതിനുശേഷം രാധികയുമാണ് വാഹനം ഓട്ടിച്ചത്. ആരാണ് കൂടുതൽ ദൂരം ഓട്ടിച്ചത്? എത്ര കൂടുതൽ? രാകേഷ് ഡ്രൈവ് ചെയ്തത് തിരുവനന്തപുരം ടു തൃശൂർ 304 കിലോമീറ്റേഴ്സ്. രാധിക കാർ ഓട്ടിച്ചത് തൃശൂർ ടു കാസർഗോഡ് എത്ര കിലോമീറ്റർ? 281 കിലോമീറ്റർ. അപ്പോൾ ആരാണ് കൂടുതൽ ദൂരം ഡ്രൈവ് ചെയ്തത്? രാകേഷ്. താഴെയുള്ള കോളത്തിൽ നമുക്ക് രാകേഷ് എന്ന് എഴുതി കൊടുക്കാം. എത്ര കൂടുതലാണ് കാർ ഓട്ടിച്ചത്? 304 മൈനസ് 281. ആൻസർ 23. ആക്ടിവിറ്റി 5. മെഷർ ദി ഡിസ്റ്റൻസ്. ദൂരം അളക്കുക. വിന്നി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോങ് ജംപ് കോമ്പറ്റീഷൻ. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ. വിന്നിയും കൂട്ടുകാരും ലോങ് ജംപ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഓരോരുത്തരും ചാടിയ ദൂരം കാണുക. ബെന്നി 1 മീറ്റർ 45 സെന്റിമീറ്റേഴ്സ്. നിധി 160 സെന്റിമീറ്റേഴ്സ്. ജിതിൻ 1 മീറ്റർ 50 സെന്റിമീറ്റേഴ്സ്. റിമി 200 സെന്റിമീറ്റേഴ്സ്. വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് സെന്റിമീറ്ററിൽ തന്നതെല്ലാം മീറ്ററിലോട്ടാക്കാം. ബെന്നിയുടേത് നോക്കിക്കേ കൂട്ടുകാരെ, 1 മീറ്റർ 45 സെന്റിമീറ്റേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിധിയുടേതോ 160 സെന്റിമീറ്റർ എന്നാണ് എഴുതുന്നത്. മീറ്ററിലോട്ട് ആക്കാം. 1 മീറ്റർ 60 സെന്റിമീറ്റേഴ്സ്. അടുത്തത് ജിതിന് 1 മീറ്റർ 50 സെന്റിമീറ്റേഴ്സും തന്നിട്ടുണ്ട്. റിമി നോക്കിക്കേ, 200 സെന്റിമീറ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് മീറ്ററിൽ എങ്ങനെ എഴുതാം? 2 മീറ്റേഴ്സ്. വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയാലോ. എ. ഫൈൻഡ് ദി ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദി കോമ്പറ്റീഷൻ. കൂടുതൽ ദൂരം ചാടിയ ആദ്യ 2 സ്ഥാനക്കാരെ കണ്ടെത്തൂ. ഫസ്റ്റ് പൊസിഷൻ റിമി 2 മീറ്റേഴ്സ്. സെക്കൻഡ് പൊസിഷൻ വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ്. ബി. ഫ്രം ദി ടേബിൾ ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. പട്ടികയിൽ ഏറ്റവും കൂടുതൽ ചാടിയ ദൂരവും ഏറ്റവും കുറച്ച് ചാടിയ ദൂരവും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. ഉത്തരം 200 സെന്റിമീറ്റേഴ്സ് മൈനസ് 145 സെന്റിമീറ്റേഴ്സ്. ആൻസർ 55 സെന്റിമീറ്റേഴ്സ്. സി. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷർമെന്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ? ടിക്ക് ദ റൈറ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു പെൻസിലിന്റെ നീളമാകാൻ സാധ്യതയുള്ളത് ഏത്? ശരി ഉത്തരം ടിക്ക് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 3 18 സെന്റിമീറ്റർ. അവിടെ ടിക്ക് ചെയ്യുക. ആക്ടിവിറ്റി 6 സയൻസ് ഫെസ്റ്റിവൽ ശാസ്ത്രോത്സവം. The table below shows the number of students participated in various competition on each day of the 2 days sub-district science festival. 2 ദിവസമായി നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. ഫസ്റ്റ് ഡേ
Science fair, the number of students participated 212. On the sport work experience fair, 145. Social science fair, 143. അടുത്തത് second day. Mathematics fair, number of students participated 118. Work experience exhibition 122. IT fair 147. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലോ? എ. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days? 2 ദിവസവും കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര? എങ്ങനെ എഴുതാം കൂട്ടുകാരെ? 145 പ്ലസ് 122. ആൻസർ 267. ബി. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ? ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികൾ എത്ര? ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ ടോട്ടൽ നമ്പർ കാണണം. അതിനായി അവിടെ തന്നിരിക്കുന്ന 212 പ്ലസ് 145 പ്ലസ് 143 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും കൂട്ടുകാരെ? 500. ഇനി സെക്കൻഡ് ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ ടോട്ടൽ നമ്പർ കാണണം. അതിനായി 118 പ്ലസ് 122 പ്ലസ് 147 ടോട്ടൽ 387. അപ്പോൾ 500 പ്ലസ് 387 is equal to 887. C. How many more students participated on the first day than on the second day? ഒന്നാം ദിവസം രണ്ടാം ദിവസത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു? 500 മൈനസ് 387 is equal to 113. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പരീക്ഷ എഴുതണം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.